ഇനി മുന്നോട്ട് പോകുമ്പോഴാണ് റിസ്ക് ഇരിക്കുന്നത്. നമ്മൾ ഒരു ചുവടെ വെച്ചിട്ടുള്ളൂ, ഇനിയും ആയിരക്കണക്കിന് ചുവടുകളുണ്ട്. അതിനുള്ളില് ശിവാനിയുടെ ശത്രുക്കൾ ആരാണെന്നുള്ളത് നമ്മൾ കണ്ടുപിടിച്ചേ മതിയാകൂ. എന്തോ വീട്ടുകാരെ വിശ്വസിച്ചല്ലോ, അത് തന്നെ വലിയ സമാധാനം. വീട്ടിലുള്ളവരെ വിശ്വസിപ്പിച്ചതുപോലെ പ്രപഞ്ചത്തെ വിശ്വസിപ്പിക്കണം നമ്മൾ. എന്നാൽ മാത്രമേ ശിവാനിയുടെ മരണത്തിന് കാരണമായിട്ട് സുഖമായി നടക്കുന്നവരെ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കൂ. വിടരുത് മോനെ, ഒരു കാരണവശാലും അവരെ നമ്മൾ വെറുതെ വിടരുത്. അത് ഞാൻ മറന്നു പോവോ? ശിവാനിയുടെ ചിത ഇപ്പോഴും എന്റെ നെഞ്ചിൽ ആളി കത്തിക്കൊണ്ടിരിക്കുക. അവളെ കൊന്നവരുടെ രക്തം കൊണ്ട് തന്നെ അത് കെടുത്തണോ എനിക്ക്? അത് ചെയ്തിരിക്കും ഞാൻ. എന്നും പറഞ്ഞ് വീട്ടിലിരുന്നാ പറ്റില്ല മോനെ. അവളെയും കൂട്ടിക്കൊണ്ട് വീടിന്റെ പുറത്തൊക്കെ ഇറങ്ങണം. എന്നാൽ മാത്രമേ ശിവാനിയെ കൊന്നവരൊക്കെ ഇവളെ കാണുള്ളൂ. ജീവിച്ചിരിപ്പുണ്ടെന്ന് കരുതി അവരെങ്ങനെയെങ്കിലും വീണ്ടും ഇവളെ കൊല്ലാൻ ശ്രമിക്കുമല്ലോ. അപ്പോഴേ അവരെ നമ്മുടെ കയ്യിൽ കിട്ടുള്ളൂ. കിട്ടുവമ്മേ, എന്തായാലും കിട്ടും. ശിവാനിക്ക് ഇങ്ങനെയൊന്നും സംഭവിക്കാൻ പാടില്ലായിരുന്നു അമ്മേ. അവൾ അതിന് മാത്രം എന്ത് തെറ്റാ ചെയ്തേ? അവളുടെ ആത്മാവിന് ശാന്തി ലഭിക്കണം. അവൾ ശരിക്കും പാവമായിരുന്നു അമ്മേ. ഇല്ല, അവൾക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യാൻ തയ്യാറാ. ഷൈലൂനും അവളുടെ വീട്ടുകാർക്കും ഒരു കാരണവശാലും സംശയം ഉണ്ടാവരുത്. ജീവൻ ആപത്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആരും ഇതിന് കൂട്ടുനിൽക്കില്ല. അത് നിനക്കും അറിയാവുന്നതല്ലേ? മാമോളെ ഇരിക്കെ. ഞാനിപ്പോ വരാം. ഇവരുടെ റോൾ എന്താന്ന് എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ. ഈ റിയാലിറ്റി ഷോയ്ക്കിടയിൽ വരുന്ന ഫേക്ക് കണ്ടസ്റ്റൻസിനെ പോലെ ഇവരും സന്തോഷമായിട്ടിരിക്കില്ല, എന്നെ സന്തോഷമായിട്ടിരിക്കാൻ സമ്മതിക്കത്തുമില്ല. ഇത് വാങ്ങുമോളെ. ഇത് വാങ്ങ്. മേടിച്ചോ. നിനക്ക് ഏതാ വേണ്ടേന്ന് വെച്ചാ അതിട്ടോ. അമ്മേ, അതൊന്നുമില്ല. ഇതൊക്കെ ശരിക്കും ഗോൾഡാണോ അതോ? നീ എന്താ മോളെ ഈ പറയുന്നത്? ഇതൊക്കെ സ്വർണം തന്നെയാ. സ്വർണ്ണാണോ? ഓ, ചൈന മോഡലാണോ? ചൈന മോഡലൊന്നും അല്ല, ഇത് നല്ല പത്തരമാറ്റ സ്വർണ്ണോ. പണ്ടത്തെ കാലത്തുള്ളത് മുതൽ ഇപ്പോഴത്തെ കാലത്തിലുള്ള ഡിസൈൻ വരെ ഇതിനകത്തുണ്ട്. അപ്പോ ഒരു 100-150 ഗ്രാം ആഭരണങ്ങള് അമ്മയുടെ കയ്യിലുണ്ടാവും അല്ലേ? എന്ത് ഗ്രാമോ? 1.5 കിലോ സ്വർണ്ണമുണ്ട്. കിലോയോ? എന്റെ ദൈവമേ. അമ്മേ, ദേവേത് ഈ ആഭരണങ്ങളെല്ലാം എനിക്കുള്ളതാണെന്ന് മാത്രം പറയല്ലേ. നീ എന്താ മോളെ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഇതൊക്കെ നിന്റേതാ, നിനക്കുള്ളതാ. എനിക്കാണോ? ഈ ആഭരണങ്ങൾ മാത്രമല്ല, അലമാരിയിലിരിക്കുന്ന ആഭരണങ്ങൾ മുഴുവനും നിന്റേതാ. ദാക്ഷായണി, എല്ലാം നമ്മളുടെ കൈവിട്ടു പോവുകയാണെന്ന് തോന്നുന്നു. ഇല്ല കൃഷ്ണേ, ക്ഷമ കൈവിടരുത്. സമാധാനമായിരിക്കും. തൃശ്ശൂൽ എന്നായാലും നിന്റേതായിരിക്കും. ഓ മൈ ഗോഡ്, ഇറങ്ങി വരുന്നത് കണ്ടില്ലേ നമ്മുടെ ശിവാനി.
ശിവാനി നിൽക്കൂ. താങ്ക് യു മുത്തശ്ശി. മുത്തശ്ശി തന്ന സമ്മാനം എന്റെ മനസ്സ് ശരിക്കും നിറച്ചു. എന്തിനാ മോളെ നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഇതൊക്കെ നിന്റെയാ. ഈ വീട് നിന്റെ, ഈ സമ്പത്ത് നിന്റെ, ഈ കാണുന്നതെല്ലാം നിനക്കുള്ളതാണ് മോളെ. അമ്മേ, അനുഗ്രഹിച്ചേ. നന്നായി വരും മോളെ. നീ നിന്റെ ഭർത്താവിന്റെ അനുഗ്രഹം വാങ്ങ്. എല്ലാം നന്നായി വരട്ടെ. തൃശൂൽ, നീ ഇവളെ കൂട്ടിക്കൊണ്ടുവന്നതിന് ശേഷം അവള് വീട്ടിൽ തന്നെ ഇരിക്കല്ലേ? അവളെ പുറത്തേക്കൊക്കെ ഒന്ന് കൊണ്ടുപോയി എല്ലായിടും ഒന്ന് ചുറ്റി കാണിക്കണമെന്ന് നിനക്ക് എന്താടാ തോന്നാത്തത്? അതെ മോനെ, ശിവാനിയെ നീ അമ്പലത്തിലൊന്ന് കൊണ്ടുപോയിട്ട് വാ. വാ തൃശൂൽ, പോയിട്ട് വരാം. പോവാം. അപ്പൊ ഞങ്ങൾ അയ്യോ, നിങ്ങൾ എന്തിനാ ഏത് സമയം അവരുടെ പിന്നാലെ നടക്കുന്നത്? തൃശൂൽ, നമുക്ക് പോയിട്ട് വന്നാലോ? നിന്റെ ഈ ചിരിക്കെന്താ കാരണം? മനസ്സിന് സന്തോഷമുണ്ടാകുമ്പോഴല്ലേ ഒരാൾ ചിരിക്കുന്നത്, ദിഗ്വിജയ. സന്തോഷോ? എന്തിന്? ഞാൻ കാത്തിരുന്ന സമയം വന്നെത്തിക്കഴിഞ്ഞു ദിഗ്വിജയ. ദാക്ഷായണി എപ്പോഴും പറയുമായിരുന്നു എടുത്തു ചാടരുതെന്നും സാവകാശം കാണിക്കണമെന്നും. അവള് പറഞ്ഞതിലും അർത്ഥമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ശിവാനി എന്ന് പറഞ്ഞ് ഈ വീട്ടിൽ വന്നിരിക്കുന്നവളുടെ ആയുസ് അവസാനിക്കാറായി. ഏയ്, എന്താണ് ഈ പറയുന്നത്? ഇത്രയും ദിവസം ഞാൻ എന്തിനാ കാത്തിരുന്നതെന്നറിയോ? ഞാൻ കല്യാണം കഴിക്കേണ്ടിയിരുന്നവനെ കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞ പെണ്ണ് പുറത്തേക്കിറങ്ങാനായി കാത്തിരിക്കുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ ആ അവസരം വന്നെത്തിയിരിക്കുന്നു ദിഗ്വിജയ. അവള് വെച്ച ചുവടുകൾ അവളുടെ മരണത്തിലേക്ക് നയിക്കും. ഞാൻ വെക്കുന്ന ചുവടുകൾ എന്റെ ശാപമോക്ഷത്തിലേക്ക് നയിക്കും. ഇനി ഒട്ടും സമയം വൈകിക്കാനില്ല ദിഗ്വിജയ. ഏയ്, നീ എന്ത് ചെയ്യാൻ പോവാ? വേണ്ട കൃഷ്ണ, വേണ്ട. അവളുടെ കൂടെ തൃശ്ശൂലുണ്ട്. എന്തെങ്കിലും കുഴപ്പം സംഭവിച്ച അവനെങ്ങാനും അറിഞ്ഞ അവന് തീർച്ചയായും സംശയം തോന്നും. ഇനി അഥവാ അവളെ ഉപദ്രവിക്കാൻ പോയിട്ട് ആ കൂട്ടത്തിൽ അവനും എന്തെങ്കിലും സംഭവിച്ചാലും നീ ഇപ്പൊ ഒന്നും ചെയ്യാൻ പോണ്ട. നിന്റെ മകനൊന്നും സംഭവിക്കാതെ നോക്കേണ്ട ഉത്തരവാദിത്തം എനിക്കാണ്. എന്തുകൊണ്ടെന്ന് അവനാണ് എന്നെ കല്യാണം കഴിക്കേണ്ടത്. ദാക്ഷായണി, ദാക്ഷായണി. പറയൂ കൃഷ്ണേ. മനസ്സിലായി. ദിഗ്വിജയ, നീ ഞങ്ങളുടെ വിവാഹത്തിനുള്ള മാല തയ്യാറാക്കിക്കൊള്ളൂ. അവൾ ഇനി ഒരിക്കലും ഇവിടേക്ക് തിരിച്ചു വരില്ല. ഏയ്, ഏയ്, നിക്ക് നിക്ക് കൃഷ്ണ, നിക്ക്. ഏയ് സീറോ, ക്യാമറ നമ്മളെ ഫോളോ ചെയ്യുമായിരിക്കോ? ക്യാമറയോ? ഏത് ക്യാമറ? റിയാലിറ്റി ഷോയിലെ ക്യാമറ. ഓ, അതോ? അത് ഇവിടേക്കൊക്കെ എങ്ങനെ വരാ? അപ്പൊ നമ്മൾ ഫ്രീ ആണോ? ഇത് പിടിച്ചേ. അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്റെ ഇഷ്ടം പോലെ സംസാരിക്കാലോ അല്ലേ? ഫ്രീ ആയിട്ട് കൈയൊക്കെ വീശി നടക്കാലോ അല്ലേ? അമ്മേ, ആ ശിവാനി എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്ത് ഈ സ്റ്റൈൽ ക്വീൻ ഷൈലുനെ തന്നെ ഞാൻ മറന്നുപോയി. സത്യം പറഞ്ഞ ചില സമയത്തൊക്കെ ഞാൻ കഥാപാത്രമായിട്ട് മാറിക്കഴിഞ്ഞാലേ വേറെ ആരെങ്കിലും വന്ന് പറയുമ്പോഴാണ് ഞാൻ ശൈലു ആണെന്ന് പോലും ഓർമ്മ വരുന്നേ. ആണോ? എന്നിട്ട് ഇപ്പൊ എങ്ങനെയാണോ ഇങ്ങനെ ഓർമ്മ വന്ന്? ഒരുപാട് ഓവറാക്കല്ലേ. അതവിടെ ഇരിക്കട്ടെ. ഈ ജുവൽസും ഈ സാരിയൊക്കെ എടുത്തിട്ട് എന്നെ കാണാൻ ഇപ്പൊ എങ്ങനെയുണ്ട്? സുന്ദരി, നല്ല സുന്ദരിയായിട്ടുണ്ടല്ലേ ഞാൻ? അല്ല, ഞാൻ അല്ലെങ്കിൽ തന്നെ സുന്ദരിയാണ്.
എന്നാലും ഇപ്പൊ എന്നെ കാണാൻ എങ്ങനെയുണ്ടെന്ന് ഞാൻ വെറുതെ ചോദിച്ചെന്ന് മാത്രം. നന്നായിട്ടുണ്ട്. ഇതുകൊണ്ട് തന്നെയാ ഞാൻ നിന്നെ സീറോ എന്ന് വിളിക്കുന്നത്. നിനക്ക് ഒട്ടും ടേസ്റ്റേ ഇല്ലല്ലോ മോനെ. എന്താ വിളിച്ചേ? പിന്നെ എന്താ ഭർത്താവാണോ? നീയൊക്കെ എവിടത്തെ ഡയറക്ടറാണോ എന്തോ. ശരിക്കും കണ്ണു തുറന്നൊന്ന് നോക്ക്. ചില കലണ്ടറിലൊക്കെ വരുന്ന മഹാലക്ഷ്മിയുടെ ചിത്രം പോലെ ഇല്ലേ ഇപ്പൊ? കിരീടം ഒന്നില്ലാന്ന് മാത്രം. ഏയ്, ഒരു കോംപ്ലിമെന്റ് തരാൻ തനിക്ക് എന്താണ് ഇത്ര മടി? നിന്നെ സീറോ എന്ന് വിളിക്കുന്നതിലും നിന്റെ അഭിനയത്തിലും ഇതേ നോക്കാവൂ. നിന്റെ കൂടെ അഭിനയിക്കാൻ വേണ്ടിട്ടേ ഞാൻ എന്തിനാണോ എന്തോ സമ്മതിച്ചത്. റൊമാൻറ്റിക് ഫെല്ലോ. നിന്റെ കൂടെ ഒരു ചെറിയ കെമിസ്ട്രി പോലെ വർക്ക്ഔട്ട് ആവുന്നില്ലല്ലോ. കെമിസ്ട്രി, ഫിസിക്സ്, ജോമെട്രി എല്ലാം വർക്ക്ഔട്ട് ആവും. തൽക്കാലം ഇപ്പൊ നടക്ക്. ഓക്കെ. കൃഷ്ണേ, അത് കണ്ടില്ലേ അവര് വരുന്നത്? അവള് മാത്രം മരിക്കണം ദാക്ഷായണി. എന്റെ പുരുഷന് യാതൊന്നും സംഭവിക്കാൻ പാടില്ല. സീറോ, ഈ ഷോ കഴിയുമ്പോഴേക്കേ എനിക്ക് പാസ്പോർട്ടിന് അപ്ലൈ ചെയ്യണം. എന്തിന്? എനിക്ക് ഈ സീരിയലും നാടകമൊന്നും സെറ്റ് ആവില്ലെന്നേ. എന്റെ ലെവൽ വെച്ച് ഹോളിവുഡ് ആണ് ചേരുന്നത്. അല്ല, അവിടെയൊക്കെ കോമഡി ചെയ്യാനായിട്ട് ഒരുപാട് ആൾക്കാരുണ്ടല്ലോ. ഏയ്, കോമഡി കീമഡി എന്ന് പറഞ്ഞ് കളിയാക്കലുണ്ടല്ലോ, കോലടിച്ചു പൊട്ടിക്കുന്ന. ഞാൻ ലേഡി ഡോണിനെ പോലെ കയ്യിലൊക്കെ തോക്കെടുത്ത് വെച്ചിട്ടേ. ഈ ലേഡി ഡോൺ ഒരു മ്യൂസിക് ഇല്ലേ, അതെങ്ങനെയാന്ന് പറഞ്ഞേ? പറ. ഒരു മിനിറ്റ്. ആ, ഇനി പറ. അടിപൊളിയായിട്ടില്ലേ? ആ, എനിക്ക് അടിപൊളിയായിട്ടാ തോന്നിയത്. നിനക്ക് എന്താ അറിയുന്നേ? ചായൽ ചപ്പാത്തി. അയ്യോ, ഞാൻ മാത്രം ഷൂട്ട് ചെയ്ത് എനിക്ക് ബോറടിച്ചു. ഹലോ, കം ഓൺ, ഷൂട്ട് മീ. കം ഓൺ, ഷൂട്ട് മീ. അയ്യോ, ബോംബല്ലേ പൊട്ടിയത്? അയ്യോ, ഹോളിവുഡ് സിനിമയെ കുറിച്ച് സംസാരിച്ചിട്ട് ഇവിടെ ഇപ്പൊ ഹോളിവുഡ് സിനിമ നടക്കാണല്ലോ. ശലു, അങ്ങനെയൊന്നുമില്ല. ഇത് ഷോ ആണോ? വേണ്ട, എനിക്ക് ഷോ വേണ്ട, ഞാൻ പോവാ. ഞാനിപ്പോ മരിച്ചു. എന്നെ കൂട്ടിട്ട് പോ, വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോവാ. ഒരു പ്രശ്നമില്ല. ഒന്ന് സമാധാനിക്ക്, ടെൻഷൻ അടിക്കില്ല നീ. എന്താ ചെയ്യാ? അവിടെ ഒളിച്ചിരിക്കാം. നീ എത്രയൊക്കെ ഒളിക്കാൻ ശ്രമിച്ചാലും നിന്നെ രക്ഷിക്കാൻ ആർക്കും സാധിക്കുകയില്ല. ഭോലനാഥ, മഹേശ്വര, എന്താണ് അനർത്ഥം? എന്താണ് ഈ അനർത്ഥം?
മഹാപാപികളെ സംഗ്രഹിക്കുന്നതുപോലെ ആ അഗ്നിഗോളം ആ സാധുക്കളെ ചുട്ടുകളഞ്ഞാൽ മുൻപോട്ട് എന്താണ് ഗതി? ഈ നാടകത്തിന്റെ സൂത്രധാരനാണ് നീ. എന്തെങ്കിലും ചെയ്ത് ആ പാവങ്ങളെ രക്ഷിക്കൂ മഹാദേവ, രക്ഷിക്കൂ ഭോലേനാഥ, രക്ഷിക്കൂ. അതെ, പ്രോഗ്രാം ഉണ്ടെന്നും പറഞ്ഞ് നമ്മളെ കൊണ്ടുവന്നിട്ട് നമ്മളെ ഇതിനകത്ത് അടച്ചിട്ടിട്ട് അവരെ മാത്രം പുറത്തു വിട്ടത് എന്തിനാ? എന്താ ഇത്? പങ്കു, പുറത്താണെങ്കിൽ ചുട്ടുപൊള്ളുന്ന ചൂടല്ലേ? ഫേസ് ഒക്കെ ഇപ്പൊ തന്നെ ഒരുമാതിരിയായി. ഇനി ഈ മുടിയും കൂടെ അലമ്പാകം ബാക്കിയുള്ളൂ. അപ്പൊ പിന്നെ നല്ലത് കാപ്പിയും ജ്യൂസും സ്നാക്സും ഒക്കെ കഴിച്ച് ഇവിടെ സുഖിച്ച് അങ്ങനെ ഇങ്ങനെ ഇരിക്കുന്നതല്ലേ? പങ്കു, നമ്മുടെ ശൈലു ശിവാനിയെ പോലെ ആക്ട് ചെയ്യല്ലേ? അവള് ശിവാനിയല്ലെന്ന് ആർക്കെങ്കിലും സംശയം തോന്നിയാൽ ആ സംശയം ദൂരീകരിച്ച് അതിനൊരു പരിഹാരം കാണുകയാണ് നമ്മുടെ ജോലി. അല്ല നന്ദീശ, അവള് ശിവാനിയാണെന്ന് എനിക്ക് 100% ഉറപ്പാ. നീ അവളെ കണ്ടതാണ്, സംസാരിച്ചതാണ്, എന്നിട്ട് നിനക്ക് തോന്നുന്നില്ലേ? അതെ, ഫോറിനേഴ്സ് ഒന്നെങ്കിൽ വരൂ, കുറച്ച് സംസാരിക്കാനുണ്ട്. വരൂ, ഇരിക്കൂ. അത് പിന്നെ വന്നതിന് ശേഷം നിങ്ങളോടൊന്ന് ശരിക്കും സംസാരിക്കാൻ പറ്റിയില്ല. നിങ്ങളെപ്പോഴും ഈ ഫോറിൻ എന്ന് പറയുന്നില്ലേ? ആക്ച്വലി നമ്മൾ ഇന്ത്യക്കാർക്ക് ബാക്കി എല്ലാ ദേശങ്ങളും ഫോറിൻ തന്നെയാണല്ലോ. ശരിക്കും നിങ്ങൾ എവിടെന്നാ വന്നത്? ജർമ്മനി. ഓഹോ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ 2 സ്ഥലത്തുനിന്ന് വന്നതായിരിക്കും. എന്റെ മുത്തച്ഛൻ ജർമ്മനി, എന്റെ മുത്തശ്ശൻ ഫ്രാൻസിലെ. ഇതിനിടയ്ക്ക് ഞങ്ങളുടെ ഇന്റർനാഷണൽ ലവ് സ്റ്റോറി ആയിരുന്നു. അങ്ങനെയെങ്കിൽ നമ്മുടെ ശിവാനിയുടെ അച്ഛനും അമ്മയും? ഉണ്ട്. സുഖമില്ല, അതാണ് വരാതിരുന്നത്. പക്ഷെ വരും. എന്താ പറ്റിയത്? അമ്മയ്ക്ക് പക്ഷക്കാതോ? അച്ഛന് ഒരു വശത്തല. രണ്ടും ഒന്ന് തന്നെ അല്ലേ? അതാണ് മെയിൻ പോയിന്റ്. ഫോറിനിൽ അത് വേറെ വേറെ. ശരി, അങ്ങനെയാണെങ്കിൽ അവരെപ്പോഴും എങ്ങോട്ട് വരുന്നേ? ധനഞ്ജയ, വീട് ഇപ്പൊ ഇവര് വന്നില്ലേ, അതുപോലെ അവരും വരും. അങ്ങനെയല്ലമ്മേ, ഒരു സംശയം തോന്നിയത് കൊണ്ട്. അയ്യോ, ഇനി എന്ത് സംശയിക്കാനാ? നോക്ക്, അന്ന് ശിവാനി ഈ വീട്ടിൽ മരുമോളായി വന്നപ്പോ നമ്മളൊക്കെ എന്തുമാത്രം സന്തോഷിച്ചിരുന്നുവോ, ഇന്നും അതുപോലെ തന്നെ. ഞങ്ങൾക്ക് എത്രമാത്രം സന്തോഷം ഉണ്ടെന്നറിയോ? തൃശൂലിന്റെ മുഖത്തും മനസ്സിലും വളരെ സന്തോഷം കാണുന്നുണ്ട്. തൃശൂലിന്റെ മുഖത്ത് സന്തോഷം ഉണ്ടാവണം. അവന്റെ വേദനകളൊക്കെ മറക്കാൻ വേണ്ടിയാണല്ലോ വീണ്ടും അവന്റെ ഒരു കല്യാണം തീരുമാനിച്ചത്. ഇപ്പൊ അവൻ സന്തോഷത്തോടെ ഇരിക്കുന്നു. കൂടുതലൊന്നും ആലോചിക്കണ്ട, വിട്ടുകള. വെറുതെ ഇങ്ങനെ ഇല്ലാത്തത് ആലോചിച്ച് എന്തിനെങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? ചില വിഷയങ്ങൾ നമ്മൾ കണ്ടു മനസ്സിലാക്കണം, ചിലത് നമ്മൾ സംസാരത്തിലൂടെ മനസ്സിലാക്കും. ഇവ രണ്ടിന്നും മനസ്സിലാക്കാൻ പറ്റാത്തത് നമ്മൾ അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കും. ഏതായാലും അങ്ങനെയുള്ളൊരു അനുഭവം നിങ്ങൾക്ക് എല്ലാവർക്കും എത്രയും വേഗം ഉണ്ടാകട്ടെ എന്ന് മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇതെന്താണ് കൃഷ്ണേ, ലക്ഷ്യത്തിലെത്താതെ അവസാനിച്ചല്ലോ. ഒന്നു പോയാൽ എന്താ, നമ്മുടെ കയ്യിൽ ഇനിയുമില്ലേ? ഓം അഗ്നിദേവായ നമഃ.
ഇതെന്തേത്? എല്ലാ ബോംബും അവിടെ വെച്ച് പൊട്ടുവാണല്ലോ. കൃഷ്ണേ, ഏതു ശക്തിയാണ് നമ്മുടെ ശക്തികളെ തടയുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല ദാക്ഷായണി. അഗ്നിവർഷ മന്ത്രം പ്രയോഗിക്കാം.